എന്റെ പെങ്ങളെ എവിടാ പൂട്ടിയിട്ടിരിക്കുന്നേ? അടിക്കരുത്, ഞാൻ പറയാം. മോല്ല പോയിട്ടെന്തായി? നീയൊന്നും പറഞ്ഞില്ലല്ലോ. പോയ കാര്യം നടന്നില്ല. കൊണ്ടുപോയ ചിതാഭസ്മം പുറത്തെടുത്ത് പാപനാശിനി പുഴയിൽ ഒഴുക്കാൻ പറ്റിയില്ല. അത് ആ കുടത്തോടെ തന്നെ ഒഴുകിപ്പോയി. അമ്മ എന്താ ആലോചിക്കുന്നേ? അതങ്ങനെ വരും മോളെ. ആ ആത്മാവ് ഇപ്പൊ മോക്ഷം കിട്ടി പോവാൻ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാ കാര്യം. എങ്ങനെയായാലും എന്തായാലും ഒരു വലിയ കഷ്ടകാലം നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടന്ന് വട്ടമിട്ട് പറക്കുക. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശാപമേക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ആ യാത്ര പോലും അപകടത്തിലേക്കാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു. തടയാൻ നോക്കിയിട്ട് നടന്നോ? ഇല്ലല്ലോ. ആ നസീറിന്റെ മരണം തന്നെ ഒന്നെടുത്തേ. ഒരു കാര്യമില്ലാതെ അവൻ വന്ന് കയറി പെടുമരണം വാങ്ങിച്ചു കൂട്ടിയതു. പിന്നീട് എത്രയോ ദിവസം ഊണും ഉറക്കവും ഇല്ലാതെ, എത്രയോ രാത്രികൾ. എല്ലാത്തിനും കാരണം ഈ ഭാഗ്യം കെട്ടവള ശാരദ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റിയവള്. കഷ്ടപ്പാടിന്റെയും കുട്ടികളെ പഠിപ്പിച്ചതിന്റെയും കണക്കുകളും പറയാം. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം മനസ്സ് സന്തോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ഈ അമ്മയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മോളെ. കാരണം എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ 3 മക്കളാ. പക്ഷെ ആ സന്തോഷം അമ്മയ്ക്കിപ്പോ ഒരു ബാധ്യത. ഒടുവില് ജനിക്കാൻ പോകുന്ന ശാരിയുടെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടില്ലേ? എങ്ങനെയാ മനസ്സ് കൈവിട്ടു പോവാതിരിക്കുക? എന്നാലും ഈശ്വരനെ വിളിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഇല്ല. അമ്മ സമാധാനായിട്ടിരിക്കെ, നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്നിപ്പോ എന്തായാലും വീട്ടിൽ പോവാന്നല്ലേ പറഞ്ഞേ? ആദ്യം വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? എന്റെ പ്രതീക്ഷയൊക്കെ കെട്ടടി. ഇനിയിപ്പം വരുന്നതെല്ലാം ഒരുമിച്ച് അങ്ങ് അനുഭവിക്കാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അമ്മേ, കൊള്ളാലോ, വിശ്രമവേളകൾ അങ്ങ് ആനന്ദകരമാക്കുവാണല്ലേ സാറേ. മഹേന്ദ്ര സാർ പറഞ്ഞിരിക്കുന്നത് സാറിന് ഇവിടെ കയറ്റരുതെന്നാ. എടാ, കേറുന്നതിന് മുമ്പേലടാ പറയണ്ടേ? ഇപ്പൊ ഞാൻ കേറിപ്പോയില്ലേ. ഇനിയിപ്പൊ മുന്നോട്ട് വെച്ച കാല് ഞാൻ എങ്ങനെയാടാ പിന്നോട്ട് എടുക്കുന്നേ? സാറിന് ഞങ്ങളോടൊന്നും തോന്നരുത്. സാറിപ്പോ പോണം. അതല്ല, ഞങ്ങളോട് ഉടക്കാൻ തന്നെയാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് തടയേണ്ടി വരും. തടയണമല്ലോ.
ഈ ഫാം ഹൗസിലേക്ക് അനധികൃതമായിട്ട് ആര് പ്രവേശിച്ചാലും നിങ്ങൾ തടയണം. അതിനാ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം അങ്ങോട്ട് തരുന്നത്. നിങ്ങൾക്ക് വരുന്ന ശമ്പളമേ എന്റെയും കൂടെ കാശാ. അതങ്ങനെ മേലനങ്ങാതെ വാങ്ങിക്കുന്നത് എനിക്ക് തീരെ യോജിപ്പില്ല. അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നാണ് സാർ പറയുന്നത്? ഞാനെന്തായാലും ഇതിനകത്ത് മൊത്തത്തിൽ കയറി അങ്ങ് പരിശോധിക്കാൻ പോവാ. അങ്ങനെ കേറുന്നവരെ തടയാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അങ്ങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും അങ്ങോട്ട് ചെയ്യാം. ഇനി തുടക്കവും ഞാനിടണോ? എങ്കിൽ തുടക്കവും ഞാനങ്ങ് ഇട്ടുതരാം. എന്നാ പിന്നെ പിടിച്ചോടാ. സാറേ, ഇനി എന്നെ അടിക്കരുത്, ഞാൻ ചത്തു. നീയൊക്കെ ചാവുന്നയാടാ നല്ലത്. അടി കിട്ടിയാ തിരിച്ചടിക്കണം. അതിന് കഴിവില്ലെങ്കിലേ നീ ഈ പണിക്ക് വരരുത്. മുണ്ടേമ്പള്ളി സ്റ്റീഫനെ ഒറ്റയ്ക്ക് നീ പള്ളിപ്പറമ്പിലിട്ട് തല്ലിയെന്നും പറഞ്ഞല്ലേ നീ ഇവിടെ ജോലിക്ക് കയറിയത്. എന്നിട്ട് നീ ഇവിടെ കാണിച്ചു കൂട്ടി എന്താ? ഒരടിയെങ്കിലും നന്നായിട്ട് തിരിച്ചടിച്ചോ? ഇല്ല. കൂട്ടത്തിലുള്ളവന്മാരൊക്കെ അടി കൊണ്ട് ഓടുകയും ചെയ്തു. സാറേ, ഉപദ്രവിക്കരുത്, ഞാൻ പൊയ്ക്കോളാം. എന്റെ പെങ്ങളെ എവിടാ പൂട്ടിയിട്ടിരിക്കുന്നേ? എടാ പറയടാ. എടാ പറയടാ. അടിക്കരുത്, ഞാൻ പറയാം. മോല്ല മോളെ ചന്ദ്രൻ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല.